ശരി, അപ്പൊ ഇന്നലെ നമ്മള് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ കാണുന്നതിന്റെ CF കാണാൻ വേണ്ടി പഠിച്ചു. അപ്പൊ ഇനിയുള്ള എല്ലാ പ്രോബ്ലത്തിലും CF വേണേ. സോൾവ് എന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനും CF നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ CF പഴയതുപോലെ തന്നെയാണ്, ഇന്നലെ പഠിച്ചതുപോലെ തന്നെയാണ് എല്ലാ ക്വസ്റ്റിനും CF വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്? PI, പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പൊ PI കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ PIയുടെ ഒരു 4 ടൈപ്പ് ഉണ്ട്. അതിലെ ഒരു ടൈപ്പ് കുറച്ച് റിസ്ക് ആണ്. അപ്പൊ ആ ടൈപ്പ് ഞാൻ ഇപ്പൊ ഇതിൽ എടുക്കുന്നില്ല, അത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ക്ലാസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ ഞാൻ പെട്ടെന്ന് ഒളിച്ച് പറയാം, പിന്നീട് പറയാം. കാരണം അത് കുറച്ച് സമയം എടുത്തിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ മാത്സ് ബേസ് ഇല്ലാത്തവർ, തീരെ ബേസ് ഇല്ലാത്തവർ അത് പഠിക്കാൻ പോകണ്ട, കാരണം എന്തായാലും തെറ്റിക്കുന്ന ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് 3 ടൈപ്പ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അതിൽ ടൈപ്പ് 1 ആണ് പറയുന്നത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ടൈപ്പ് 1, അതായത് PI കാണുന്നതിനനുസരിച്ചിട്ടാണ് 4 ടൈപ്പാക്കി മാറ്റിയിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യന്റെ റൈറ്റ് സൈഡ്. ക്വസ്റ്റ്യന്റെ റൈറ്റ് സൈഡ് എന്താണ്? റൈറ്റ് സൈഡിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണോ? PI വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈപ്പ് വരുന്നത് റൈറ്റ് സൈഡ് e⁻AX എന്നാണ് വരുന്നത്. എങ്ങനെയാണ്? റൈറ്റ് സൈഡ് e⁻AX വരുന്ന ടൈപ്പ്. ഓക്കെ ആണോ? ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ സുഖമായിരുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. യെസ്, അപ്പൊ നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് ക്വസ്റ്റ്യന്റെ റൈറ്റ് സൈഡില് e⁻AX ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവേ. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യനില് ഈക്വൽ ടുന് ശേഷം 0 ആണെങ്കിൽ, അത് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ ഈക്വൽ ടുന് 0 വരുന്നത്. അല്ലാതെ ഈക്വൽ ടുന് ശേഷമുള്ള ഫംഗ്ഷൻ, അപ്പൊ ഈക്വൽ ടുന് ശേഷം വരുന്ന ഫംഗ്ഷൻ വരാൻ ചാൻസ് ഉള്ളത് 4 ടൈപ്പാണ്. e⁻AX എന്ന് വരാം, അല്ലെങ്കിൽ sin AX ഓർ cos AX വരാം, അല്ലെങ്കിൽ x⁻n, എക്സിന്റെ ടേമുകൾ വരാം, അല്ലെങ്കിൽ e⁻AX into sin AX. ഇങ്ങനെ 4 ടൈപ്പാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് കുഴപ്പക്കാരനാണ്. ആരാണ്? ഈ x², x അങ്ങനെയൊക്കെ വരുന്ന പ്രോബ്ലം, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ബാക്കിയുള്ള 3 ടൈപ്പ്, ഈ 3 ടൈപ്പ് നമ്മൾ നന്നായിട്ട് പഠിക്കണേ. വലിയ കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് മാത്സ് ബേസ് ഇല്ലാത്തവർക്ക് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്കാണ്, വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈപ്പ് 1 ആണ്, ഏറ്റവും സിമ്പിൾ ടൈപ്പ് ഇതാണ്. കഴിഞ്ഞ വർഷം ഈ ടൈപ്പിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചേ. ഓക്കെ, കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പിൽ നിന്ന് ചോദിച്ചിരുന്നത്. സിമ്പിൾ ടൈപ്പ് ആണ്, വലിയ റിസ്ക് ഒന്നുമില്ല. നമ്മൾ PI കാണാനാണ് ചെയ്യുന്നത്. PI കാണാൻ വേണ്ടിയിട്ട് 1/f(d), നമ്മൾ ഫോർമുല എഴുതിച്ച് ഇങ്ങനെയായിരുന്നു, 1/f(d) into r എന്നാണ് ഫോർമുല എഴുതിച്ചത്. ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ ഫോർമുല എഴുതിച്ചിട്ടുണ്ടായിരുന്നു. PI കാണാനുള്ള ഫോർമുല 1/ ആ ഡിയുടെ ടേം വരുന്നില്ലേ, നമ്മൾ കാണുന്ന ഡിയുടെ ടേം, ആ ഡിയുടെ ടേം എഴുതി വെക്കുക, ഇൻറ്റു റൈറ്റ് സൈഡിൽ എന്താണ് വരുന്നത് അത് എഴുതി വെക്കുക. ഈ പ്രോബ്ലത്തിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ ആരാ വരുന്നത്? 1/f(d) ഇൻറ്റു റൈറ്റ് സൈഡിൽ എന്താണ്? e⁻AX എന്നാണ് അല്ലെ. റൈറ്റ് സൈഡിൽ എന്താണ്? e⁻AX ആണ്, ശരിയല്ലേ? അത് എഴുതി വെക്കുക. ഇവിടെ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഈ f(d) എന്ന് പറഞ്ഞാൽ ഡിയുടെ ടേം ആണ്, ഡിയിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. ക്യാപിറ്റൽ ഡിയിലുള്ള ഒരു ഇക്വേഷൻ ആണ് f(d). പ്രോബ്ലം ചെയ്താലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ആ f(d) എന്നുള്ള സാധനത്തിലുണ്ടല്ലോ, ആ f(d)യിലെ d കാണുന്ന സ്ഥലത്ത് a എന്ന് കൊടുക്കാം. എന്താണ് a? e⁻ വാല്യൂ കൊടുക്കാം. എന്താണ് f(d) എന്ന് ഉദ്ദേശിക്കുന്നത്? f(d)യിലെ d കാണുന്ന സ്ഥലത്ത് a ഇട്ട് കൊടുത്താൽ പ്രോബ്ലം അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ. d കാണുന്നിടത്ത് a കൊടുത്തിട്ട് ആൻസർ കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി എഴുതിക്കുക. അപ്പൊ ഓക്കെ ആണോ? അപ്പൊ എന്താണ് നമ്മൾ ഈ ടൈപ്പ് പറയുന്നത്? f(d) എന്ന് പറഞ്ഞാൽ ആ ഡിയുടെ ടേമിലുള്ള ഇക്വേഷനിലെ d കാണുന്നിടത്ത് a ഇട്ട് കൊടുക്കാം. ഇപ്പൊ e⁻2x എന്നായിരുന്നെങ്കിൽ d കാണുന്നിടത്ത് എന്താ കൊടുക്കണ്ടേ? 2 കൊടുക്കണം അല്ലെ, അത്രേ ഉള്ളൂ. e⁻3x വരുമ്പോഴോ d കാണുന്നിടത്ത് 3 കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഒരു പ്രത്യേകത ഉണ്ട്, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം കേട്ടോ, ഒരു പ്രശ്നമുണ്ട്. നമ്മളങ്ങനെ d കൊടുക്കുന്ന സമയത്ത്, അതായത് f(d)യില് d കാണുന്നിടത്ത് a കൊടുക്കുന്ന സമയത്ത് അത് എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത് f(a) എന്നാണ് കേട്ടോ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. f(a) എന്ന് എഴുതിയാലും മതി, ഞാൻ മനസ്സിലാക്കാൻ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് പറയുന്നത്. f(d)യില് d കാണുന്നിടത്ത് a കൊടുക്കുന്നു.
അങ്ങനെ കൊടുക്കുമ്പോൾ അതൊരിക്കലും എന്താകാൻ പാടില്ല, അതെന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. അപ്പൊ ഇതുവരെ ഒന്ന് എഴുതിച്ച് കോമൺ ആയിട്ട് എഴുതാം. എഫ് ഓഫ് ഡി ഡി ഈക്വൽ ടു എ നോട്ട് ഈക്വൽ ടു 0. ഇതുവരെ എഴുതിയ നോട്ട്. വളരെ സിമ്പിൾ ആണിത്, വലിയ റിസ്ക് ഒന്നുമില്ല. ഇനി ചില സമയത്ത് ഉണ്ടല്ലോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രോബ്ലം ആയിരിക്കും. ആ ഡി എഫ് ഓഫ് ഡിയുടെ വാല്യൂ 0 ആവും. അപ്പൊ അതിന്റെ സബ് ആയിട്ട് എഴുതിയാൽ മതി. ഇഫ് എഫ് ഓഫ് എ, സോറി എഫ് ഓഫ് എന്ന് പറയണ്ട, അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. എഫ് ഓഫ് ഡിയിലെ ഡി കാണുന്നിടത്ത് എ കൊടുക്കുമ്പോൾ ആ വാല്യൂ 0 വരും. ചില പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്തായി പോവും, 0 ആയി പോവും. അങ്ങനെയുള്ള പ്രോബ്ലത്തില് ദെൻ എപ്പോഴാണ് മനസ്സിലായല്ലോ, എഫ് ഓഫ് ഡിയില് ഡിക്ക് എ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ആൻസർ എന്തായി മാറും, അതിന്റെ ആൻസർ 0 ആയി മാറും. അങ്ങനെയുള്ള സമയത്ത് പി ഐയിൽ എഴുതുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ, ഞാൻ കഴിഞ്ഞ പഠിപ്പിച്ചതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സെയിം തന്നെയാണ്. ഇപ്പൊ പറയുന്നത്രേ ഉള്ളൂ, നമ്മൾ എക്സ് ഇൻറ്റു എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു എന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1/f' d എന്ന് എഴുതാം. f' ആ ഡിയുടെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം നമ്മൾ. ക്യാപിറ്റൽ ഡിയുടെ ടേമിനെ വിത്ത് റെസ്പെക്ട് ക്യാപിറ്റൽ ഡിയിൽ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൽ എന്ത് കൊടുക്കുക, വീണ്ടും ഡി കാണുന്നിടത്ത് എ കൊടുക്കുക. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്, എക്സ് ഇൻറ്റു 1/f' എന്നാണ് ഞാൻ പഠിപ്പിച്ചത് ക്ലാസ് എടുത്തപ്പോ. അതിനൊന്ന് മാറ്റം വരുത്തിയേക്കാണ്. f' d കണ്ടുപിടിക്കുന്നു, ക്യാപിറ്റൽ ഡിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഡി കാണുന്നിടത്ത് എ കൊടുക്കുന്നു, ഇൻറ്റു ഇ റേസ് ടു എ. വീണ്ടും പഴയ പോലെ എഴുതാം. ഇതാണ് ചെയ്യുന്നത്. എക്സ് ഇൻറ്റു എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് f' കാണാം. 1/ലെ f' കണ്ടിട്ട് ഡി കാണുന്നിടത്ത് എ കൊടുക്കണം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയും എന്തുണ്ട്, f' ഡിയില് ഡി കാണുന്നിടത്ത് എ കൊടുക്കുമ്പോൾ അതെന്താകാൻ പാടില്ല, ഡിനോമിനേറ്റർ ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. പക്ഷെ ചില പ്രോബ്ലത്തില് അതും 0 വരാറുണ്ട്. f' ഡിയില് ഡി കാണുന്നിടത്ത് എ കൊടുക്കുമ്പോൾ അതെന്തായി പോവും, 0 ആയി ചില കേസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി ഫോർമുലയിൽ മാറ്റം വരുത്താണ്. ദെൻ പി ഐ ഈക്വൽ ടു ചെറിയൊരു മാറ്റം കൂടി വരുത്താണ്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോഴേ നമുക്കത് കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് മനസ്സിലാവില്ല. എന്താണെന്നറിയാൻ ചെയ്യേണ്ടത്, എക്സ് ഇൻറ്റു മൾട്ടിപ്ലൈ എന്നതിന് പകരം എന്ത് ചെയ്യണോ, എക്സ് സ്ക്വയർ ഇൻറ്റു. ഇപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ആയിരിക്കും, പേടിക്കണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് തോന്നും കേട്ടോ. എന്താ ചെയ്യുന്നത്, എക്സ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം എക്സ് സ്ക്വയർ ഇൻറ്റു എന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. f'' കാണും. f'' കണ്ടിട്ട് അതിൽ എന്ത് ചെയ്യുക, ഡി കാണുന്നത് എ കൊടുക്കുക, ഇൻറ്റു ഇ റേസ് ടു എ. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, f'' ഡിയില് 0 ആകാൻ പാടില്ല. അതൊരിക്കലും 0 ആകാൻ പാടില്ല. അത് 0 വരാണെങ്കിൽ എന്താ വരിക, അങ്ങനെ വരാറില്ല. ഇതിന്റെ പ്രോബ്ലം അവസാനിക്കാറുണ്ട്. ഇനി അതും 0 വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾ തന്നെ പറഞ്ഞോ, എന്ത് വേണ്ടി വരും, x³ ഇൻറ്റു എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, 1/, അതിന് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം, f''d എന്ന് വരും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. പ്രോബ്ലം ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ. കട്ടൻ്റെ വിളിക്കുന്നുണ്ടേ. എഴുതിയ പറയണേ. നമ്മുടെ രാഹുൽ വന്നില്ലേ ഫസ്റ്റ് ഇയറിലെ? ഓക്കെ, നേരെ പകുതിയായാലും. ഇന്നലെ ഒരു 46 പേരുണ്ടായിരുന്നു, ഇന്ന് 23 പേരുള്ളൂ. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാരണം പറഞ്ഞോണ്ടായിരിക്കില്ലേ, പിന്നെ പഠിക്കാൻ കഴിയത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് നേരിട്ട് ക്ലാസ് എടുക്കുന്നതിനുള്ള ഗുണം അതാണ്. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതി. നേരിട്ട് ക്ലാസ് എടുക്കുന്നതിന് ഗുണം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. നമ്മുടെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് നോക്കാം. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് എന്താണെന്നോ,
ഇ റേസ് ടു വരുന്നത്. ആ ടൈപ്പ് ഒന്ന് പറഞ്ഞേ, ആ ക്വസ്റ്റ്യൻ പറഞ്ഞേ. കഴിഞ്ഞ എക്സാമിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യണേ. ഒന്ന് പറയാവോ? റേസറില്ല നീരജ്? അത് കുഴപ്പമില്ല, അത് പറഞ്ഞേ. പ്രശ്നം എന്തായിരുന്നു? സോൾവ് ആണ്, പി ഐ മാത്രമാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് പി ഐ ഓഫ് എന്നാണോ അതോ സോൾവ് ആണോ? അതെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് പി ഐ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എന്തായിരുന്നു? ഡി സ്ക്വയർ മൈനസ് 13 13 into y equal to e raised to minus 2. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇതില് പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പി ഐ മാത്രമാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, പി ഐ മാത്രമാണ് ചോദിച്ചത്, അല്ലാതെ സോൾവ് ഇല്ല. ഞാൻ മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ ഇട്ടപ്പോ സോൾവ് അടക്കം ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ പേര്. അങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ടീച്ചർമാർ മാർക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് പി ഐ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലാണ്ട് സി എഫ് ഒന്നും കാണാൻ നിൽക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സി എഫ് മാത്രം പി ഐ മാത്രം കണ്ടാൽ മതി. അപ്പൊ പി ഐ മാത്രമാണ് ഞാനിപ്പോ കാണാൻ പോകുന്നത്. പി ഐ ഈക്വൽ ടു പി ഐ ഈക്വൽ ടു എഴുതി 1/f ഓഫ് ഡി ഇൻറ്റു ആർ. ഇതാണ് പി ഐയുടെ എല്ലാ പ്രോബ്ലത്തിനും ഫോർമുല. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇതാണ്, 1/f ഓഫ് ഡി ഇൻറ്റു ആർ. ഓക്കെ, ഇനി എന്താണ് എഴുതുന്നത്? 1 എന്താണ് എഫ് ഓഫ് ഡി എന്ന് പറയുന്നത്? എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലെ ഈ സാധനമാണ്. എന്താണ്? ഡി സ്ക്വയർ മൈനസ് 13d പ്ലസ് 12. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മള് എഫ് ഓഫ് ഡി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ സാധനം. ഇതാണ് എന്ത്? എഫ് ഓഫ് ഡി. ഓക്കെ ആണല്ലോ? അപ്പൊ ആ എഫ് ഓഫ് ഡി നമ്മൾ എഴുതി വെച്ചു. ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x. ഇതുവരെ ഓക്കെ അല്ലേ? ആർ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എഴുതി വെച്ചു, ഇ റേസ് ടു മൈനസ് 2x. നിങ്ങൾക്ക് ഇതുവരെ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സ്റ്റെപ്പ് വരെ ലേറ്റ് ആയിട്ട് വന്ന അസ്ലാം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ഐ കാണുന്നതിൽ ടൈപ്പ് 1 ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫൈൻഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ, അതായത് ഫൈൻഡ് പി ഐ ഓഫ് ഡി സ്ക്വയർ മൈനസ് 13d പ്ലസ് 12 ഇൻറ്റു y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2x. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ പി ഐ കാണാൻ വളരെ സിമ്പിൾ ആണ്. 1/f ഓഫ് ഡി ഇൻറ്റു ആർ എന്നാണ്. 1/f ഓഫ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ക്വസ്റ്റ്യൻ ആണ്. ഡി സ്ക്വയർ മൈനസ് 13d പ്ലസ് 12 എന്ന് എഴുതിച്ചു. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി ചെയ്യേണ്ടത് ഇ റേസ് ടുലുള്ള വാല്യൂ എന്താ? ഇ റേസ് ടുലുള്ള വാല്യൂ എത്രയാണ്? വാല്യൂ -2 അല്ലെ? -2 ആണ്. അത് ഡി കാണുന്നിടത്ത് കൊടുത്താൽ മതി, വേറെ റിസ്ക് ഒന്നുമില്ല. ഡി കാണുന്ന സ്ഥലത്തൊക്കെ എന്തിട്ട് കൊടുക്കുന്നു? -2 എന്ന് കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഡി കാണുന്ന സ്ഥലത്തൊക്കെ നമ്മള് -2 എന്ന് കൊടുത്താൽ പ്രോബ്ലം അവസാനിച്ചു. ഇതിലിടാം, ഈ സാധനത്തിലാണ് 1/-2ന്റെ സ്ക്വയർ മൈനസ് 13 ഇൻറ്റു -2 പ്ലസ് 12 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങള്. 1/-2ന്റെ സ്ക്വയർ മൈനസ് 13 ഇൻറ്റു -2 പ്ലസ് 12 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2. ഇതുവരെ ഓക്കെ ആണോ? അല്ലെ? ഇത് മൊത്തം കൂട്ടാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യാ, ഒറ്റ പടപടച്ചാൽ മതി. അല്ലാത്തൊരു കാൽക്കുലേറ്റർ ഇല്ലാത്തൊരു സ്റ്റെപ്പായിട്ട് ചെയ്യാം, അല്ലാത്തൊരു ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താൽ മതി. -2ന്റെ സ്ക്വയർ 4 ആണ്. -13 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ പ്ലസ് 26 ആണ്. പ്ലസ് 12 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2. ഇതെല്ലാം കൂടിയിട്ട് കൂട്ടാം. 26 12 38 അല്ലെ? 36 38 4 42 കേട്ടോ. 1/42 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ കേട്ടോ.
മനസ്സിലായോ? കഴിഞ്ഞ വർഷം കേട്ടില്ല? എന്താ കാണുന്നില്ല? ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ഇതാണ് സൊല്യൂഷൻ, പർട്ടിക്കുലർ സൊല്യൂഷൻ. പർട്ടിക്കുലർ ഇന്റഗ്രൽ തന്നെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. പക്ഷെ സോൾവ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ സി എഫും കാണണം, പി എയും കാണണം. സി എഫ് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, സി എഫ് നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ ചെയ്യണേ. എഴുതിയെല്ലാരും? മാറ്റുന്നുണ്ട്. ഒരെണ്ണം നിങ്ങൾ തനിയെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പി ഐ മാത്രമാണ്. സി എഫ് എന്നത് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇപ്പൊ തൽക്കാലം പി ഐ മാത്രമായി ചോദിക്കുന്നത്. ഫൈൻഡ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ഡി സ്ക്വയർ മൈനസ് 4d പ്ലസ് 4 into y equal to e raised to 3x. Find a particular solution of d square minus 4d plus 4 into y equal to e raised to 3x. ഇത് കൂടി ഞാൻ തന്നെ പറയാം. നമ്മൾ എന്ത് എഴുതുന്നു? പി ഐ ഈക്വൽ ടു എഴുതുന്നു 1/f(d) into r. അത് എല്ലാത്തിലും ചുമ്മാ എഴുതിച്ചോളൂ കേട്ടാ. ഒരു അരമാർക്ക് കയറുന്നോട്ടെ സ്റ്റെപ്പിന് കേട്ടാ. എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു സെക്ഷനിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പി ഐയിൽ നമ്മൾ എന്ത് എഴുതുന്നു? 1/f(d) into r എന്ന് എഴുതുന്നു. ഈക്വൽ ടു 1/d സ്ക്വയർ മൈനസ് 4d പ്ലസ് 4 ഇൻറ്റു r എന്ന് വിളിക്കുന്നത് എന്താണ്? e raised to 3x. ഓക്കെ അല്ലേ? ഇവിടെ ഡി കാണുന്നിടത്തപ്പോ എന്ത് കൊടുത്താൽ മതി? ഡി കാണുന്നിടത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ്, കാര്യങ്ങൾ കഴിഞ്ഞു. 1 എന്തെഴുതാം? 3 സ്ക്വയർ മൈനസ് 4 into 3 plus 4 into e raised to 3x equal to 1/9 minus 12 plus 4 into e raised to 3x. 9 4 13 12 വരെ 1 അല്ലേ? 1/1 e raised to 3x, അതായത് e raised to 3x. അത്രേ ഉള്ളൂ കേട്ടോ. പി ഐ മാത്രമേ ചോദിച്ചിട്ടുള്ളേ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ സി എഫും കാണണം, പി ഐയും കാണണം. സി എഫ് നമ്മൾ ഇന്നലെ പഠിച്ചു വിചാരിക്കുന്നു. ഇന്നലെ പഠിച്ചതുപോലെ സി എഫ് കാണാം, പി ഐ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. ഒരു 1 വേർഡ് കിട്ടും, ഒരു 2 മാർക്ക് കിട്ടും, ഒരു 4 മാർക്ക് കൂടി കിട്ടും. ഓക്കെ,